പാർട്ട്ണർ സ്വാപ്പിംഗ് ഇൻ സെക്സ്. അത് സത്യത്തിൽ ഞാനും അധികം കേട്ടിട്ടില്ല. ഈ ഇടയ്ക്കാണ് ഞാനത് കേൾക്കാൻ തുടങ്ങിയത്. രണ്ട് പെൺകുട്ടികളുമായിട്ട് സെക്സ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ മിഡിലിൽ വെച്ചിട്ട് പാർട്ട്ണറെ സ്വാപ്പ് ചെയ്യുക, അതാണ് പാർട്ട്ണർ സ്വാപ്പിംഗ്. സത്യത്തിൽ ഇതൊരു സെക്സ് ഫാൻറ്റസി ആണോ, അതോ ഈ പോൺ വീഡിയോകളിലൊക്കെ അഡിക്റ്റ് ആയിട്ട് അതിൻ്റെ കോണ്ടന്റുകൾ കണ്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു മാനസികമായിട്ടുള്ള ഒരു കാര്യമാണോ, ഇതൊരു ഫാൻറ്റസി ആയിരിക്കുമോ? നമ്മൾ ബേസിക്കലി ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഫാൻറ്റസിയിൽ നിന്നാണ്. അപ്പം നമ്മൾ ഫാൻറ്റസി എന്താന്ന് പറയുമ്പോൾ ഫാൻറ്റസി നമ്മുടെ മൈൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിനാരിയോ ആണ്. ഇറ്റ്സ് എ ഫ്രാഗ്മെൻറ്റ് ഓഫ് ഇമാജിനേഷൻ എന്ന് പറയാം. അപ്പം ബേസിക്കലി മനസ്സിന് ഇമാജിനേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് വെരി നോർമൽ ആൻഡ് ഇറ്റ് ഈസ് വെരി ഏൻഷ്യൻറ്റ്. എന്ന് വെച്ചാൽ ഈ സെക്ഷൽ ഫാൻറ്റസീസ് എന്നൊക്കെ പറയുന്നത് മനുഷ്യൻ എന്നുണ്ടായോ അന്ന് മുതലേ ഓൾ ദീസ് തിങ്സ് ആർ ദെയർ. അപ്പം പലരും പറയും ദാറ്റ് ഇപ്പം ഈ ഫാൻറ്റസികളൊക്കെ പുതിയതായിട്ട് വന്നതാണ്. കാര്യം പോൺ വീഡിയോ കണ്ടതിന് ശേഷം പുതിയ ഐഡിയാസ് ഇൻക്ലൂഡ് ചെയ്ത് വന്നതെന്ന് ആൾക്കാർ പറയുമെങ്കിലും ബട്ട് ഞാൻ അതിനോട് യോജിക്കാറില്ല. ബിക്കോസ് പോണിനകത്ത് ഇങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവരണമെങ്കിൽ ആദ്യം ഈ ഐഡിയ മനുഷ്യരിലല്ലേ വന്നത്, അല്ലെ? ഇറ്റ് ഡിഡ് നോട്ട് കം ഔട്ട് ഓഫ് നോവെയർ ദാറ്റ് അത് പുതിയൊരു സാധനം കണ്ടു ദെൻ അങ്ങനെയല്ല അത് ആക്ച്വലി. ഇപ്പം നമ്മൾ മറ്റിപ്പോൾ ഡ്രഗ്സും ആൽക്കഹോളും ഒക്കെ ചെയ്യുന്നത് പോലെ സെക്ഷുവൽ ഫാൻറ്റസീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ദെയർ ഓൾവേസ്. ഇപ്പം നമ്മുടെ ഏൻഷ്യൻ ലിറ്ററേച്ചറും ഒക്കെ നോക്കിയാൽ പോലും ഇതൊക്കെ ഉണ്ട്. ഇതിനെക്കുറിച്ച് ഈ സെക്ഷുവൽ ഫാൻറ്റസീസിനെ കുറിച്ചൊക്കെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈവൻ നമ്മുടെ പഴയ ഇതുപോലെ ടെമ്പിൾസിലൊക്കെ എറോട്ടിക് ആയിട്ടുള്ള പല വർക്ക് ഓഫ് ആർട്ട് അവിടെ ഉണ്ട് ആക്ച്വലി. സോ ഇതെല്ലാം ദിസ് ആർ ഓൾ പാർട്ട് ഓഫ് ഹ്യൂമൻസ്. ആൻഡ് അപ്പം നമ്മുടെ ഇടയിൽ ഇത് ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് മനുഷ്യർക്ക് ഇതിനോടൊരു അട്രാക്ഷൻ ഉള്ളത് കൊണ്ടാണ് അത് പോണിനകത്ത് അവരിത് കൊണ്ടുവന്നത്. ആൻഡ് ദേ മെയ്ഡ് മണി ഔട്ട് ഓഫ് ഇറ്റ്. പക്ഷേ ഇപ്പം മെയിൻ സ്ട്രീം ഇപ്പം റീസെൻ്റ്ലി ഇതിൻ്റെ ഒരു എക്സ്പ്ലോഷൻ നടക്കുന്നുണ്ട്. അതിൻ്റെ റീസൺ ഇസ് ദറ്റ് പോൺ കുറച്ചുകൂടെ വൈഡ് സ്പ്രെഡ് ആയിട്ട് അവൈലബിൾ ആയി തുടങ്ങി. പക്ഷേ ഈ സ്വാപ്പിംഗ് പോലുള്ള ഫാൻറ്റസീസ് വാസ് ഓൾവേസ് ദർ. ഒരു കാര്യം എന്ന് വെച്ചാൽ അത് ചിലപ്പോൾ അത് ബെഡ്റൂമിൻ്റെ പുറത്തേക്ക് വന്നിരുന്നില്ല എന്നുള്ളതാണ്. അപ്പം രണ്ടുപേര് തമ്മിൽ സെക്സ് ചെയ്യുമ്പം സെക്ഷുവൽ ഫാൻറ്റസി സംടൈംസ് ഹെൽപ്പ് ദം ടു എൻഗേജ് ഇൻ ബെറ്റർ സെക്സ് എന്നുള്ളതാണ്. പക്ഷേ വീണ്ടും ഫാൻറ്റസീസ് ഇമാജിനേഷൻ, അത് റിയാലിറ്റിയിലേക്ക് വരിക എന്ന് പറയുന്നത് ബിക്കംസ് ഡിഫിക്കൽട്ട്.